ശ്രീ ശ്രീനിവാസൻ കൃഷ്ണൻ, ഇതിപ്പോൾ ആപ്പിനെ സംബന്ധിച്ച് അവർ മത്സരിക്കുന്ന 4 സീറ്റിലും വിജയം ഉറപ്പാണെന്ന് അവർ അവകാശപ്പെടുന്നു. ഇപ്പോൾ സുനിത തന്നെ പ്രചാരണത്തിനിറങ്ങുകയാണ്. സുനിത കേജ്രിവാൾ തന്നെ പ്രചാരണത്തിനിറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു സഹതാപ തരംഗം അവിടെ ഉണ്ടാകുമെന്ന് അവർ ഉറപ്പിക്കുകയാണ്. ഇപ്പുറത്ത് നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ലവ്ലി പുറത്തേക്ക് പോയിരിക്കുന്നു. അദ്ദേഹം ഈസ്റ്റ് ഡൽഹിയിൽ നിന്ന് BJP ടിക്കറ്റിൽ മത്സരിക്കുമെന്നും കരുതുകയാണ്. എന്താണ് കോൺഗ്രസ് ഈ ഘട്ടത്തിൽ കാണുന്നത്? ഈ സീറ്റ് മോഹികൾ പോയി എന്നതിനപ്പുറം തെരഞ്ഞെടുപ്പിനെ അത് ബാധിക്കില്ല എന്ന് എങ്ങനെയാണ് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത്? ഇതേപോലത്തെ പല നേതാക്കന്മാരും അവസരവാദികളായ പല നേതാക്കളും പല കാലഘട്ടത്തിലൊക്കെ പോയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ തന്നെ ചാർജ് ഉണ്ടായിരുന്ന തെലങ്കാന 4.5 വർഷം ചാർജ് ഉണ്ടായിരുന്ന തെരഞ്ഞെടുപ്പ് കാൻഡിഡേറ്റ്സിന്റെ ലിസ്റ്റ് വരുന്ന സമയത്ത് ഞാൻ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. പക്ഷെ പല നേതാക്കളും വിട്ടുപോയി. അതൊന്നും തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല. ജനം ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അവർ അതിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യും. അല്ലാണ്ട് ഒരു നേതാവ് അങ്ങോട്ട് പോയോ അല്ലെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൻസിയുടെ ചാർജ് ആയിട്ടുള്ള ഒരാൾ രാജിവെച്ചോ എന്ന് നോക്കിയിട്ടൊന്നുമല്ല. ജനം ഇപ്രാവശ്യം തീരുമാനിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം എന്തെന്ന് വെച്ചാൽ ആര് ഭരിക്കണം എന്നുള്ളതല്ല, രാജ്യം എങ്ങനെ ഭരിക്കണം എന്നുള്ളതാണ്. ജനാധിപത്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഭരിക്കണോ, ഭരണഘടനയ്ക്ക് മുഖ്യ ബല നൽകിയിട്ടാണോ ഭരിക്കേണ്ടത്, പാർലമെന്ററി സംവിധാനം വേണോ, അല്ലെങ്കിൽ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾക്ക് ഇവിടെ ഒരു ഈക്വൽ സിറ്റിസൺ എന്നുള്ള റൈറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ആ പത്രസ്വാതന്ത്ര്യം വേണോ, വ്യക്തി സ്വാതന്ത്ര്യം വേണോ, ഇതൊക്കെയാണ് ആശയങ്ങൾ. അല്ലാതെ ആര് ഭരിക്കുമെന്നുള്ളതല്ല. അപ്പൊ എങ്ങനെ ഭരിക്കണം എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒക്കെ ദേശീയ തലത്തിൽ അല്ലെങ്കിൽ ആപ്പൊക്കെ ഒത്തൊരുമിച്ച് ഒരു സൈഡിലാണ് നിൽക്കുന്നത്. അപ്പുറത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ NDA നിൽക്കുന്നു. അതിലാണ് ജനം ഇവിടെ തീരുമാനിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിൽ ജനം അത് എടുത്തു പറയേണ്ടതാണ്. വെറും കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള ഭരണമാണ്. നേരെ മറിച്ച് അപ്പുറത്ത് സാധാരണക്കാർക്കും കർഷകർക്ക് വേണ്ടിയിട്ടും വിലക്കയറ്റത്തെക്കുറിച്ചും തൊഴിലില്ലായ്മയെക്കുറിച്ചും അതിന് ഈ ഒരു നേതാവ് അങ്ങോട്ട് ചാടി എങ്ങോട്ട്. ഒരു ഉദാഹരണം കൂടി പറയാം. ഇപ്പൊ ശ്രീ ലൗലി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, മറ്റേ കന്നയ്യകുമാർ എന്ന ഒരു യുവാവിന് നൽകിയ സീറ്റ് അദ്ദേഹം പുറത്തു നിന്ന് വന്നാണെന്ന്. ഷീലാ ദീക്ഷിത് ഡൽഹിക്കാരിയായിരുന്നു. ആ ഡൽഹി ക്യാബിനറ്റിൽ ഇവർ മന്ത്രിയായിരുന്നില്ല. ഷീലാ ദീക്ഷിത് ഉത്തർപ്രദേശിൽ നിന്നുള്ള സ്ത്രീയാണ്. അവര് ജയിച്ചിട്ട് ശ്രീ രാജീവ് ഗാന്ധിയുടെ ക്യാബിനറ്റിലായിരുന്നപ്പോൾ ഉത്തർപ്രദേശിൽ നിന്ന് ജയിച്ചിട്ടാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഡൽഹിയിലുള്ള 90% പേരും പുറത്തുനിന്നുള്ളവരാ. ഇദ്ദേഹം ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിരുന്നു, വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. അന്നൊന്നും കംപ്ലൈന്റ് ഇല്ല. ഇതുപോലും സീറ്റ് കിട്ടാതെ ഇതൊന്നും കോൺഗ്രസും ജനവും കാര്യമായിട്ട് എടുക്കുന്നില്ല. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി അധികാരത്തിൽ തിരിച്ചു വരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.